രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ധർമ്മപദത്തിന്റെ ക്ലാസ്സാണ്. മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവര് കാണുന്ന ധർമ്മപദം അതിൻ്റെ 26ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കാണണമെന്ന് ആഗ്രഹമുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. എല്ലാ തിങ്കളാഴ്ചയും 12 മണിയാകുമ്പോൾ നമുക്ക് നിങ്ങളുടെ കൈകളിലേക്ക് രാധ, അതായത് നാരായണീയത്തിൻ്റെ ക്ലാസ് എത്തുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണന്റെ കാമുകിയായ രാധയുടെ പ്രണയം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾക്ക് ശേഷമാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. അതേ കണക്ക് തന്നെ എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്, എല്ലാ വെള്ളിയാഴ്ചയും ധർമ്മപദം. അതേ കണക്ക് എൻ്റെ രാധേ രാധേ ചാനലിലെ പ്രേക്ഷകരെ നിങ്ങൾ ഉടൻ രാധേ രാധേ ചാനലിൽ പ്രതീക്ഷിക്കുക. കൃഷ്ണന്റെ പ്രസക്തി ഇന്നത്തെ ലോകത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു വലിയ പ്രസക്തിയുണ്ട്. ഭാവി കൃഷ്ണന്റേതാണ്. കൃഷ്ണൻ ഏറ്റവും മികച്ച ദൈവം. എന്താ കൃഷ്ണന്റെ പ്രസക്തി? എന്തുകൊണ്ടാണ് കൃഷ്ണൻ മറ്റ് ദൈവങ്ങളെക്കാൾ നമ്പർ 1 ആയി മാറുന്നത്? അതൊരു എപ്പിസോഡായി കൃഷ്ണന്റെ പ്രത്യേകതകൾ നിങ്ങളുടെ മുന്നിലേക്ക് അധികം വൈകാതെ എത്തുന്നതാണ്. അതിനായി കാത്തിരിക്കുക. കൃഷ്ണന്റെ പ്രസക്തിക്കായിട്ട് പറ്റുമെങ്കിൽ അത് അടുത്ത ബുധനാഴ്ച ഞാനത് റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. തിരക്കുള്ളത് കൊണ്ടാണ്. അതേ കണക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. അത് നിങ്ങൾ കേൾക്കുക. നേരിട്ട് എൻ്റെ അടുത്ത് വന്ന് പഠിക്കേണ്ടവർക്ക് പഠിക്കാവുന്നതാണ്. അസ്ട്രോളജി ഉണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം. അതിനകത്ത് സംശയമുണ്ടെങ്കിൽ എന്നെ 96453339 എന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീത കേൾക്കണം. അത് മസ്റ്റാണ്. അതെൻ്റെ മാസ്റ്റർ പീസാണ്. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. ഭക്തമീരയുടെ കഥയുണ്ട്.
പിന്നെ ജനറൽ എന്നൊരു ഐറ്റം ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് പൊതുവായി വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടായിരിക്കുന്നതാണ്. കുടുംബമായി താമസിക്കുന്നവര് ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു. ഏയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ, ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ധർമ്മപദം ആരംഭിക്കാം പ്രാർത്ഥിച്ചിട്ട്. ഓം മഹാഗണപതയേ നമഃ. ഓം മണിപത്മേഹും. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാരി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ധർമ്മപദം 26 എപ്പിസോഡ് പൂർത്തിയാക്കാനുള്ള ആരോഗ്യവും ആയുസ്സും തന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ ധർമ്മപദം 26ാമത്തെ അധ്യായം ഇപ്രാവശ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് അത് അത്യാവശ്യമാണ്. ആ ശ്ലോകം ഇപ്രാവശ്യം അതിൻ്റെ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഈ വീഡിയോ നിർമ്മിക്കാൻ എന്നെ സഹായിച്ചത് ശരിക്കും പറഞ്ഞാൽ തലശ്ശേരിയിലുള്ള നിവാരാജ് എന്ന് പറയുന്ന വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുമിടുക്കിയാണ്. ആ കൊച്ചുമോൾക്ക് ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു. ആ കൊച്ചുമോളാണ് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. സർ ഇങ്ങനെയാണ് ഈ ചെറിയ വീഡിയോ നിർമ്മിക്കുന്ന ധർമ്മപദത്തിൻ്റെ വീഡിയോ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നെ പഠിപ്പിച്ചു തന്നത് തലശ്ശേരിയിലുള്ള ഈ നിവാരാജ് എന്ന് പറഞ്ഞ കേവലം 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടി. ആ പെൺകുട്ടിയാണ് എന്നെ പഠിപ്പിച്ചു തന്നത്. അപ്പൊ നിവാരാജേ മോളെ അഭിനന്ദനങ്ങൾ. അപ്പൊ ധർമ്മപദത്തിലെ ബുദ്ധന്റെ ആ സൂക്തം ആദ്യം നിങ്ങൾ കാണൂ. അതിനുശേഷം നിങ്ങളെ ഞാനത് പഠിപ്പിക്കുന്നതായിരിക്കും. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ, വൃന്ദാവനം നീ മറന്നോ, മധുരയെ. അപ്പോൾ ആ വരികൾ നിങ്ങൾ വായിച്ചല്ലോ, ശ്രദ്ധിച്ചു കേട്ടോണം. അവർ വായുവിൽ ഉയരുന്നു. അവരെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവബോധം കിട്ടിയവർ. അവരെന്ത് ചെയ്യുന്നു? ബോധോദയം കിട്ടിയവർ വായുവിൽ ഉയരുന്നു. കാണാൻ പറ്റാത്ത പാതയിലൂടെ സഞ്ചരിക്കുന്നു. നമുക്ക് കാണാൻ പറ്റാത്ത, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത വഴിയിലൂടെയാണ് ബോധോദയം കിട്ടിയവരുടെ സഞ്ചാരം. യാതൊന്നും ശേഖരിക്കാതെ, യാതൊന്നും സംഭരിക്കാതെ, അവരുടെ യാത്ര ഒന്നും ശേഖരിച്ചു വെക്കാതെ, ഒന്നും സംഭരിച്ചു വെക്കാതെയാണ്. അറിവല്ലോ അവരുടെ അന്നം. അവരുടെ ആഹാരം നമ്മളെപ്പോലെ അരിമണികളല്ല, അറിവാണ്. അവർ ശൂന്യതയിൽ ജീവിക്കുന്നു. ആ ശൂന്യതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവർ ശൂന്യതയിൽ ജീവിക്കുന്നു. എങ്ങനെ സ്വതന്ത്രരാകാമെന്നവർ അറിഞ്ഞിരിക്കുന്നു. ഈ ലൗകിക ബന്ധങ്ങളിൽ നിന്നും ഈ ജീവിതത്തിൽ നിന്നും എങ്ങനെ സ്വതന്ത്രരാകാമെന്നവർ അറിഞ്ഞിരിക്കുന്നു.
ഇതാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന വരികൾ. അപ്പൊ അവർ വായുവിൽ ഉയരുന്നു. അവരെന്ന് പറഞ്ഞ ബോധോദയം കിട്ടിയവര്, അതിന് അവബോധം എന്ന് പറയും. കാണാൻ പറ്റാത്ത പാതയിലൂടെ സഞ്ചരിക്കുന്നു. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വഴിയിലൂടെയാണ് അവരുടെ സഞ്ചാരം. യാതൊന്നും ശേഖരിക്കാതെ, യാതൊന്നും സംഭരിക്കാതെ അവർ ഈ ഭൂമിയിൽ നിന്ന് ഒന്നും ശേഖരിക്കുന്നില്ല, ഒന്നും സംഭരിക്കുന്നില്ല. ആ ശേഖരത്തിനൊക്കെ വേറെ അർത്ഥമുണ്ട്, പറഞ്ഞു തരാം. അറിവല്ലോ അവരുടെ അന്നം, അവർ ശൂന്യതയിൽ ജീവിക്കുന്നു. എങ്ങനെ സ്വതന്ത്രരാകാമെന്നവർ അറിഞ്ഞിരിക്കുന്നു. ഇത് ശരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഓൺ ദ എയർ they rise and fly an invisible cause, gathering nothing, storing nothing. Their food is knowledge. They live upon emptiness. They've seen how to break free. ഇതാണത് ഇംഗ്ലീഷിൽ. ഞാനത് കൊടുത്തിട്ടുണ്ട്, വളരെ ശ്രദ്ധിക്കുക. നമുക്ക് ഓരോ പോയിന്റായിട്ട് എടുത്ത് പഠിക്കാം. അതായത് അവബോധം അല്ലെങ്കിൽ ജ്ഞാനോദയം, ബോധോദയം ലഭിച്ച ഒരാള് ഒന്നും ശേഖരിക്കുന്നില്ല, ഒന്നും സംഭരിക്കുന്നില്ല. അതായത് ഒന്നും ശേഖരിക്കാത്തവനാണ് ബോധോദയം കിട്ടുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണം ശേഖരിച്ചു കൂട്ടുന്നു, സ്വർണങ്ങൾ ശേഖരിച്ചു കൂട്ടുന്നു, അങ്ങനെ. അതായത് പണം ശേഖരിക്കാൻ വേണ്ടിയാണ് പാടുപെടുന്നത്, സ്വർണം ശേഖരിക്കാൻ വേണ്ടിയാണ് പാടുപെടുന്നത്. പക്ഷേ ബുദ്ധൻ പറയുന്ന ശേഖരം അതല്ല. ബുദ്ധൻ പറയുന്നു, നിങ്ങൾ ഭൂതകാലത്തെ ശേഖരിക്കരുത്. മനുഷ്യൻ എപ്പോഴും പാസ്റ്റിനെയാണ് അവൻ ശേഖരിച്ചു വെക്കുന്നത്. അത് അമൂല്യമാണെന്ന് അവൻ കരുതുന്നു. ശരിക്കും പറഞ്ഞാൽ പാസ്റ്റ് ഒരിക്കലും മഹത്തരമല്ലെന്നല്ല, വെറും ചവറ് മാത്രമാണ്, വെറും ചവറ്. വർത്തമാന കാലം മാത്രമാണ് പ്രധാനം. ശ്രദ്ധിച്ചു കേട്ടോണം. ഇന്നലെ നടന്ന ഒരു സംഭവം, അതിനെ നിങ്ങൾ ഇന്നും കൊണ്ടു നടക്കുന്നതിനെയാണ് ശേഖരിക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 5 വർഷം മുമ്പ് നടന്ന ഒരു അനുഭവം, അതിപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നതിനെയാണ് ശേഖരിക്കുക എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, ഭൂതകാലം, ആ ഭൂതകാലത്തിൽ സന്തോഷമായാലും ദുഃഖമായാലും അവിടെ വെച്ച് അവസാനിച്ചു. ഇപ്പൊ നിങ്ങൾ SSLC ജയിച്ച അതിൻ്റെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തോരു സന്തോഷമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. SSLC ജയിച്ച ദിവസം നിങ്ങൾക്ക് എന്തൊരു സന്തോഷമായിരുന്നു. നിങ്ങൾക്കൊരു ജോലി കിട്ടിയവരാണെങ്കിൽ ആ ജോലി കിട്ടിയ ദിവസം എന്തൊരു സന്തോഷം. അത്രയും സന്തോഷം ഇന്നുണ്ടോ? നിങ്ങൾക്ക് തലകുത്തി നിന്നാൽ ആ സന്തോഷം അനുഭവിക്കാൻ പറ്റുമോ? SSLC ജയിച്ച ദിവസം നിങ്ങൾക്കുണ്ടായ സന്തോഷം അത് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടോ? ഡ്രൈവിംഗ് ടെസ്റ്റ് ജയിച്ച ദിവസം നിങ്ങൾക്കുണ്ടായ സന്തോഷം അതിപ്പം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ വിവാഹം കഴിച്ച ദിവസം നിങ്ങൾ അനുഭവിച്ച ആനന്ദം ഇപ്പം അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു പ്രണയമുണ്ട്, ആ പ്രണയിച്ച ദിവസം നിങ്ങൾ അനുഭവിച്ച ആനന്ദം നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്നുണ്ടോ? ഇതുപോലെ തിരിച്ചും ദുഃഖം. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ അമ്മയോ അച്ഛനോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ മരിച്ച ദിവസത്തെ ദുഃഖത്തിൻ്റെ തീവ്രത ഇപ്പോൾ ഉണ്ടോ? നിങ്ങൾക്ക് പണ്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് പരീക്ഷയ്ക്ക് തോറ്റുപോയി, അന്ന് പൊട്ടിക്കരഞ്ഞു, പക്ഷെ ആ ദുഃഖം ഇപ്പോൾ ഉണ്ടോ? ഇല്ല. അപ്പൊ ശരിക്കും കഴിഞ്ഞ കാലത്തുണ്ടായ ആനന്ദവും ദുഃഖവും വെറും വേസ്റ്റ് മാത്രം അല്ലേ? ഇന്ത്യ പാകിസ്ഥാൻ മത്സരം, ലോകകപ്പ് പാകിസ്ഥാനെ തോപ്പിച്ച് ഇന്ത്യ കിരീടം നേടിയപ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ് അന്നത്തെ ദിവസം. പക്ഷെ ഇന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടോ? അപ്പോൾ ആ സംഭവം ഇന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ചവറല്ലേ? അത് വെറും വേസ്റ്റ് അല്ലേ? ഭൂതകാലം അഴുക്കാണ്. ആ അഴുക്കിനെ തൂത്ത് കളയുക. അങ്ങനെ അഴുക്കിനെ തൂത്ത് കളഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശുദ്ധിയാക്കി വെക്കുക. എന്നിട്ട് പുതിയതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. അതായത് ശ്രദ്ധിച്ചു കേട്ടോളണം, ഭൂതകാലം കൊണ്ട് നടക്കുന്നവന് പുതിയതായിട്ടൊന്നും സ്വീകരിക്കാൻ പറ്റില്ല.
അവൻ എന്നും പഴഞ്ചനായി കഴിയുന്നു. സപ്പോസ് നിങ്ങൾ ഇതിൽ സ്ത്രീകൾ ഒരു പുരുഷനെ സ്നേഹിച്ചു, അവൻ നിങ്ങളെ വഞ്ചിച്ചിട്ട് പോയി. ഇതൊരു 6 7 അല്ലെങ്കിൽ 1 വർഷം മുമ്പോ ആണ്. ആ ദുഃഖം ഇപ്പോഴും നിങ്ങൾ പേറിക്കൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് ഇനി ഒരു പുതിയ ജീവിതത്തിലേക്ക് കയറാൻ പറ്റുമോ? പുതിയതിനെ സ്വീകരിക്കാൻ പറ്റുമോ? മറിച്ച് അത് പ്രേമിച്ചു, അത് കളഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്, പോകട്ടെ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കിതാ നിങ്ങളെ കാത്ത് പുതിയൊരു ജീവിതം കിട്ടും. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാള് നിങ്ങളെ അടുക്കലേക്ക് കടന്നു വരും. അപ്പൊ ഈ ഭൂതകാലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഹംബോധം ഉണ്ടാക്കാൻ സഹായിക്കും, ഞാൻ എന്ന ഭാവം ഉണ്ടാക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്തൊരു ദുഃഖമുണ്ടെങ്കിൽ നിങ്ങൾ പറയും, അന്ന് ഞാൻ എന്തുമാത്രം പൊട്ടിക്കരഞ്ഞു, കണ്ടോ, ഞാൻ എന്ന ഭാവം കണ്ടു. നിങ്ങളൊരു പരീക്ഷ ജയിച്ചെങ്കിൽ നിങ്ങൾ പറയും, പിന്നെ അന്ന് ഞാനായിരുന്നു ഫസ്റ്റ് റാങ്ക്, കണ്ടോ, അഹംബോധം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. ഇന്ത്യ ജയിച്ച കാര്യം നിങ്ങൾ ഇപ്പോൾ ആലോചിച്ചാൽ കൊള്ളാം, ഇന്ത്യ അടിക്കാവന്മാരെ തെറിപ്പിച്ച് കളഞ്ഞില്ലേ, അഹംബോധം വന്നു കഴിഞ്ഞു. അതോടുകൂടി നിങ്ങളല്ലാതായി മാറി. നിങ്ങൾക്കും ദൈവത്തിനും ഇടയിലുള്ള ഏക തടസ്സം ഭൂതകാല ചിന്തകളാണെന്നറിയുക. നിങ്ങൾക്കും ദൈവത്തിനും ഇടയിലുള്ള ഒരേ ഒരു തടസ്സം, മതിൽക്കെട്ടെന്ന് പറഞ്ഞാൽ ഭൂതകാലമാണ്, കഴിഞ്ഞ കാലം. ആ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അഹംബോധം നിറയും. അപ്പം നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റില്ല. അപ്പം മറ്റൊരർത്ഥത്തിൽ നിങ്ങൾക്കും ദൈവത്തിനും ഇടയിലുള്ള ഒരേ ഒരു തടസ്സം ആര് തന്നെയാണ്? നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ബുദ്ധൻ പറയുകയാണ്. ഒന്ന്, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക, അത് വേസ്റ്റാണ്. ഇനി ബുദ്ധൻ പറയുന്നു, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യരുത്. അതുപോലെ വിഡ്ഢിത്തം വേറൊന്നുമില്ല. കാരണം നിങ്ങളെപ്പോലെ മഹത്തരമായ മറ്റൊരു ജീവി ഈ ഭൂമിയിലില്ല. ഈ ഭൂമിയിൽ ഒരു പനിനീർ പൂ ഉണ്ടെങ്കിൽ അതിന് തുല്യമായ ഒരു പനിനീർ പൂവ് വേറെ ഒരു ലോകത്തുമില്ല. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഏതാണ്ട് 50,000-ൽ പരം ഭൂമികളുണ്ടെന്ന, അവിടെ ജീവജാലങ്ങൾ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഇപ്പൊ പറയുന്നത്. ഈ ഭൂമിയിലെ ഒരു ചരൽക്കല്ലിന് തുല്യമായ മറ്റൊരെണ്ണം വേറെ ഒരു ഭൂമിയിലും ഇല്ല. ഇപ്പൊ നിങ്ങൾ മമ്മൂട്ടി, മോഹൻലാല്, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ട്, അവർക്ക് അഭിനയിക്കാനുള്ള കഴിവേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേറൊരു രംഗത്തായിരിക്കും കഴിവ്. ഇപ്പൊ നന്നായി വീണ വായിക്കുന്ന ഒരാള്, നന്നായി ഫുട്ബോൾ കളിക്കുന്ന ഒരാള്, ആ ഫുട്ബോൾ കളിക്കുക എന്ന കഴിവ് ഒരിക്കലും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇല്ല. ഫുട്ബോൾ കളിക്കുന്ന ആളിനാകട്ടെ അഭിനയിക്കുക എന്ന കഴിവില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രംഗത്താണ് അവർ ശോഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഒരിക്കലും മറ്റൊരാളുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യരുത്. അങ്ങനെ താരതമ്യം ചെയ്യുന്നത് നിങ്ങളിൽ ഒരാൾ വലുത് ഒരാൾ ചെറുത് എന്ന തോന്നലുകൾ ഉണ്ടാക്കും. ഇനി ബുദ്ധൻ പറയുന്നു, ഭൂതകാലം മറക്കുക. കാരണം ഭൂതകാലത്തിൽ നിങ്ങൾക്കൊരിക്കലും ജീവിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞതങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്, അതിന് വരില്ല. ഹെറാക്ലീറ്റസ് പറയുന്നത്, നിങ്ങൾ ഒരിക്കൽ കുളിച്ച നദിയിൽ രണ്ടാമതൊരിക്കൽ കൂടി കുളിക്കാൻ കഴിയില്ല. ബുദ്ധൻ പറയുന്നു, നിങ്ങൾ കണ്ട പുഴയിൽ ഒരു തവണ പോലും കുളിക്കാൻ കഴിയില്ല. അതായത് ശ്രദ്ധിച്ചു കേൾക്കുക, ഒരു പുഴ ഒഴുകുകയാണ്, ഞാൻ അതിൻ്റെ കരയിൽ വന്ന് ആ പുഴയെ ഒന്ന് നോക്കി, ഞാൻ നോക്കിയ ആ നദിയിൽ എനിക്കിനി കുളിക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ചു കേട്ടോളണം. ഞാൻ ഒരു നദിയുടെ കരയിൽ വന്നു, ആ പുഴയെ ഒന്ന് നോക്കിയിട്ട് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ഞാൻ ആ പുഴയെ നോക്കിയപ്പോൾ കുറെ വെള്ളം കണ്ടു, പക്ഷെ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയപ്പോഴേക്കും ഞാൻ കണ്ട ആ വെള്ളം ഒഴുകിപ്പോയി കഴിഞ്ഞു, അതൊരു പാസ്റ്റായി മാറിക്കഴിഞ്ഞു. ആ വെള്ളത്തിലല്ല ഞാൻ കുളിച്ചത്, ഞാൻ ചാടിയപ്പോൾ ഒഴുകി വന്ന വെള്ളത്തിലാണ് ഞാൻ കുളിച്ചത്. അപ്പൊ ബുദ്ധൻ പറയുന്നത് അതാണ്, നിങ്ങൾ ഒരിക്കൽ കുളിച്ച വെള്ളത്തിൽ രണ്ടാമതൊരിക്കൽ കൂടി നിങ്ങൾക്ക് കുളിക്കാൻ കഴിയില്ല.
ഭൂതം ഭൂതമാണ്, അതിൽ ജീവിക്കരുത്, വർത്തമാനം മാത്രമാണ് സത്യം. ഞാൻ മുമ്പ് പല തവണ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധനെ ഒരാൾ വന്ന് കഠിനമായി ആക്ഷേപിച്ചു. പക്ഷേ അടുത്ത ദിവസം അയാൾക്ക് ദുഃഖം തോന്നി, അയാൾ വന്ന് ബുദ്ധനോട് ക്ഷമ ചോദിച്ചു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? നിങ്ങൾ ഇന്നലെ കണ്ട ഞാനല്ല ഇന്ന്, ഞാൻ ഇന്നലെ കണ്ട നിങ്ങളല്ല ഇന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്നലെ നിങ്ങൾ വളരെ ക്രൂരനായിരുന്നു, ഇന്ന് നിങ്ങൾ വളരെ ശാന്തനാണ്. അപ്പം നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആനന്ദൻ പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങ് ഇത്രയും കൂടുതൽ വിശാലമനസ്കനാകരുത്. ഇവന്റെ ക്ഷമ സ്വീകരിക്കരുത്, ഇവൻ ഇന്നലെ കണ്ടവൻ തന്നെയാണ്. അപ്പൊ ബുദ്ധൻ പറഞ്ഞു, ആനന്ദ, അതെങ്ങനെയാണ്? ഇന്നലെ ഇവൻ ഇവിടെ വന്നപ്പോൾ ഇവന്റെ കണ്ണുകളിൽ ക്രൗര്യമായിരുന്നു, എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. അപ്പോൾ അവൻ വേറൊരു മനുഷ്യൻ. ഇന്നവൻ വന്നപ്പോഴാകട്ടെ അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീര് പൊഴിക്കുന്നതാണ്. അപ്പൊ ഇന്നലെ കോപം കൊണ്ട് തുടുത്ത കണ്ണുകളുള്ളവൻ, ഇന്ന് കണ്ണുനീർ ഒഴുകുന്ന കണ്ണുകളുള്ളവൻ. ഈ രണ്ടാളുകളും എങ്ങനെ ഒന്നാകും ആനന്ദ? അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു, നമ്മൾ വർത്തമാനത്തിൽ ജീവിക്കുക. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബുദ്ധൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. കാരണം വേസ്റ്റ്. ഭൂതകാലത്തുണ്ടായ സന്തോഷം അതിപ്പോൾ ഈ നിമിഷം കിട്ടില്ല. ഭൂതകാലത്തുണ്ടായ ദുഃഖം അതിപ്പോൾ ഈ നിമിഷം കിട്ടില്ല. ഇത് വളരെ സിമ്പിളായി നമുക്ക് നാമമായി പറഞ്ഞിട്ടുണ്ട്. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിക നാരായണ ജയ. കഴിഞ്ഞ കാലത്തുണ്ടായ സുഖം ഇപ്പോൾ നോക്കിയാൽ ഒന്നുമില്ല, കഴിഞ്ഞ കാലത്തുണ്ടായ ദുഃഖം ഇപ്പോൾ നോക്കിയാൽ ഒന്നുമില്ല. പണ്ട് നിങ്ങൾ കയ്യും കാലും ഒടിഞ്ഞു കിടന്ന സമയത്തുണ്ടായ ദുഃഖം, അതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പം ആലോചിച്ചാൽ ഒന്നുമില്ല. അപ്പൊ ബുദ്ധൻ പറയുന്നു, നിങ്ങൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട, അത് വെറും ചവറ്. ഭാവിയെക്കുറിച്ച് ഒരു കാരണവശാലും നിങ്ങൾ ചിന്തിക്കരുത്. കാരണം അടുത്ത നിമിഷം നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. അപ്പോൾ ബുദ്ധൻ പറഞ്ഞത്, കഴിഞ്ഞ കാലങ്ങൾ ശേഖരിച്ചു വെക്കരുത്, ഭാവിയിലേക്ക് വേണ്ടി ചിന്തകളെ സംഭരിച്ചു വെക്കരുത്. ഒരിക്കലും നിങ്ങൾ കരുതരുത് ഭാവിയിലേക്ക് വേണ്ടി തിന്നുന്ന സാധനം സംഭരിക്കുകയല്ല. ബുദ്ധൻ പറഞ്ഞത് യാതൊന്നും ശേഖരിക്കുന്നില്ല, യാതൊന്നും സംഭരിക്കുന്നില്ല ബോധോദയം കിട്ടിയവൻ. അപ്പോൾ ബുദ്ധൻ പറയുന്നത്, കഴിഞ്ഞ കാല ചിന്തകളെ കളയുക, വരും കാലത്തേക്ക് ചിന്തകളെ കരുതി വെക്കരുത്. നാളെ അയാൾ വരുമ്പോൾ അങ്ങനാണല്ലോ ഇങ്ങനാണല്ലോ, ഇങ്ങനെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നു, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നു. അതോടുകൂടി നിങ്ങളുടെ മനസ്സ് ശൂന്യമായി മാറുന്നു. ആ ശൂന്യത കാരണം നിങ്ങളുടെ മനസ്സ് ഇപ്പം ശൂന്യമല്ല. എന്തുകൊണ്ട്? ഇച്ചിരി മുമ്പ് നടന്ന കാര്യങ്ങൾ മനസ്സുണ്ട്, ഇന്നലെ നടന്ന കാര്യങ്ങൾ മനസ്സിലുണ്ട്, മെനഞ്ഞാന്നൊരുത്തൻ അടി തന്നെങ്കിൽ അത് മനസ്സുണ്ട്, ഇതൊന്നും നടന്നില്ലെങ്കിൽ നാളെ ഇനി എന്ത് ചെയ്യണമെന്ന ചിന്ത മനസ്സുണ്ട്. അപ്പം ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞകാല ചിന്തകൾ, ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ട്. എന്നാൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നിങ്ങൾ ഒന്നും ചിന്തിക്കുന്നില്ല, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഭാവിയെക്കുറിച്ച് നിങ്ങൾ ഒന്നും ചിന്തിക്കുന്നില്ല, കാരണം അടുത്ത നിമിഷം ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാസ്റ്റിനെ ഒഴിവാക്കുന്നു, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മനസ്സിൽ പിന്നൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന അഴുക്കെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ കഴിഞ്ഞ കാലവും നാളെക്കുറിച്ച് ചിന്തിക്കുന്നതുമാണ്. അതില്ലാതാകുമ്പോൾ ശൂന്യമായി. ആ ശൂന്യതയിൽ നിങ്ങളൊരാനന്ദം അനുഭവിക്കും, പരമാനന്ദം അനുഭവിക്കും. ബുദ്ധൻ പറയുന്നു, ആ ശൂന്യതയുടെ പേരാണ് നിർവാണം, ആ ശൂന്യതയുടെ പേരാണ് ബോധോദയം.
ആ ശൂന്യതയുടെ പേരാണ് ജ്ഞാനോദയം. ആ ശൂന്യതയുടെ പേരാണ് ദൈവം. ആ ശൂന്യതയിൽ നിങ്ങൾക്ക് അസാധാരണമായ ഒരു ജ്യോതിസ് ദർശിക്കാം. ബ്രഹ്മം, സാക്ഷാൽ ബ്രഹ്മം. അപ്പൊ ബുദ്ധൻ പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ, ബ്രഹ്മത്തെ കാണണമെന്നുണ്ടെങ്കിൽ, ബുദ്ധൻ ദൈവം എന്ന വാക്ക് ഉപയോഗിക്കത്തില്ല, അത് വേറൊരു കാര്യം. അപ്പൊ ബുദ്ധൻ പറയുന്നത് ഇത്ര മാത്രം: കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, ഭാവിയെക്കുറിച്ചും വിചാരിക്കാതിരിക്കുക. ആ നിമിഷം നിങ്ങളുടെ മനസ്സിൽ ശൂന്യത നിറയുന്നു. ആ ശൂന്യതയിൽ ആനന്ദം നിറയും. ആ ശൂന്യതയെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. ബുദ്ധൻ ആ ശൂന്യതയെ ദൈവമൊന്നും വിളിക്കുന്നില്ല, ആനന്ദമെന്നും വിളിക്കുന്നില്ല. ബുദ്ധൻ പറയുന്നു, വരിക, കാണുക, നിങ്ങളത് അനുഭവിക്കുക. അതാണ് ദൈവം. നിന്റെ ഉള്ളിലുണ്ട് ദൈവം. ആ ശൂന്യതയാണ് ദൈവം. ഇതിനെയാണ് ആൾക്കാർ ബുദ്ധന്റെ ശൂന്യതാവാദം എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ചുരുക്കം ഇത്ര മാത്രം. ബുദ്ധൻ പറഞ്ഞ ഈ വരികളുടെ ചുരുക്കം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് നോക്കൂ, അരമണിക്കൂറിനുള്ളിൽ ദൈവത്തെ കാണാൻ സാധിക്കും. അരമണിക്കൂർ ഞാൻ നീട്ടി പറഞ്ഞതാ, വേണ്ട, അരമണിക്കൂർ പോലും വേണ്ട. പക്ഷെ അതിനകത്ത് വെച്ച് ദൈവത്തെ കാണാൻ സാധിക്കും. നിങ്ങൾ ഇനി കഴിഞ്ഞ കാലം ചിന്തിക്കുന്നില്ല, ഇനി ഭാവിയെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. വർത്തമാനത്തിലൊന്ന് ജീവിച്ച് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സങ്ങ് ശൂന്യമായി. ആ ശൂന്യതയിൽ ഒരു ആനന്ദം നിറയും. ആ ആനന്ദത്തിൽ ഒരു ജ്യോതിസ് നിറയും. പിന്നെ നിങ്ങളൊരു മറ്റു മനുഷ്യനായി, വേറൊരാളായി. നിങ്ങൾ ദൈവത്തെ കാണുകയാണ്. നിങ്ങൾ ദൈവത്തെ കാണുകയാണ്. അരമണിക്കൂർ പോലും വേണ്ട നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ. പക്ഷേ നിങ്ങൾ അതിന് തയ്യാറല്ല. നിങ്ങൾ ദൈവത്തെ കാണാൻ വേണ്ടി അവിടെ പോകുന്നു, ഇവിടെ പോകുന്നില്ല, അവിടെ പോകുന്നു. ഇത്രയും ചെയ്താൽ മതി. ഇത്രയും ചെയ്ത് മനസ്സിൽ ശൂന്യത സൃഷ്ടിക്കുക. ആ ശൂന്യമാകുന്ന നിമിഷം ദൈവം വരും. ഒരു കൊട്ടയ്ക്കകത്ത് നിറയെ സാധനം ഇരിക്കുമ്പോൾ വേറെ സാധനം വെക്കാൻ പറ്റാത്തതുപോലെ മനസ്സിൽ കഴിഞ്ഞകാല ചിന്തകളും ഭാവി ചിന്തകളും കിടക്കുമ്പോൾ ദൈവത്തിന് വരാൻ പറ്റില്ല. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാധേ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തീർന്നാൽ അരമണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ദൈവത്തെ കാണാം. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നില്ല, അടുത്ത നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അങ്ങനെ 24 മണിക്കൂർ ജീവിക്കാൻ പറ്റുമെങ്കിൽ മനസ്സിൽ ശൂന്യത തെളിഞ്ഞ് ദൈവത്തെ കണ്ടിരിക്കും. ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കൂ. രാധേ ചാനലുകാരെ, 24 മണിക്കൂറിനുള്ളിൽ ദൈവ ദർശനം കിട്ടുന്ന അത്ഭുത വിദ്യയാണ് ബുദ്ധന്റെ ശൂന്യതാവാദം. ആ ശൂന്യതാവാദമാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ പഠിപ്പിച്ചത്. രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാസേശ്വരി രാധികായേ സ്വാഹ.